സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ വിളിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുവത്രേ, മോനെ സുബൈറേ, നീ രക്തം കൊണ്ടുപോയി ആരും കാണാത്ത എവിടെയെങ്കിലും ഉപേക്ഷിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ വീട്ടിൽ വളരുന്ന കുട്ടിയാണ്. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാഇന്റെ മോനാണ് അബ്ദുല്ലാഹ്. ആയിഷ ബീവിക്ക് സ്വന്തം മോനെ പോലെയാണ്. ആയിഷ ബീവിക്കൊരു സ്ഥാനപ്പേരുണ്ട്, ഉമ്മു അബ്ദില്ല. സ്വന്തമായി മക്കളില്ലാത്ത ആയിഷ ബീവിക്ക് അബ്ദുള്ള എന്ന ജ്യേഷ്ഠത്തിയുടെ മകൻ സ്വന്തം മോനെ പോലെയാണ്. സ്വന്തം മകൻ തന്നെയാണ് ഉമ്മു അബ്ദില്ല. അബ്ദുള്ളാന്റെ ഉമ്മ എന്നാണ് ആയിഷ ബീവിയെ വിളിക്കാറ്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു സുബൈറിനെ വിളിച്ചു പറഞ്ഞു, മോനെ, ഈ രക്തം റസൂലുള്ളാന്റെ രക്തമാണ്. ഹിജാമ വെച്ചതിൽ നിന്ന് കിട്ടിയ കുളമ്പ് വെക്കുക എന്ന് പറയുന്ന ഹിജാമ എന്ന ചികിത്സാരീതി ഉണ്ടല്ലോ, പ്രാചീനമായ ചികിത്സാരീതി, അതിൽ നിന്നുള്ള രക്തമാണ്. അതുകൊണ്ട് മോനെ സുബൈറേ, ഇത് നീ ആരും കാണാത്തൊരിടത്ത് കൊണ്ടുപോയി മരുഭൂമിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കണം. യാ അബ്ദുല്ലാഹ്. കുട്ടി മരുഭൂമിയിലേക്ക് ഇറങ്ങി. വിജനമായ ആരും കാണാത്ത അനന്തമായ മരുഭൂമിയിലേക്ക് കുഞ്ഞായ കുട്ടിയായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇറങ്ങി വന്നു. ആരും കാണാത്ത ഇടമെന്നാണ് റസൂല് പറഞ്ഞത്. ആരും കാണാത്ത ഇടം എവിടെയാണ്? ഒരു ജീവജാലങ്ങളും കാണാൻ പാടില്ല. മനുഷ്യര് കണ്ടാൽ ഇത് പ്രവാചകന്റെ രക്തമാണ്. മറ്റു പല ചിന്തകളും വന്നേക്കാം. മറ്റു ജീവജാലങ്ങളാണെങ്കിലോ ഇതിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ആരും കാണാത്തൊരിടം എന്നാണ് അള്ളാഹുവിന്റെ തിരുദൂതര് പറഞ്ഞത്. കുട്ടി നോക്കുമ്പോ, ചുറ്റിലേക്കും നോക്കുമ്പോ ആരും കാണാത്തൊരിടം കണ്ടു. അത് തന്റെ സ്വന്തം ഉദരമാണ്, സ്വന്തം വയറാണ്. ഈ കുഞ്ഞുമോൻ കൊടുത്ത രക്തം വയറ്റിലേക്കങ്ങ് കുടിക്കേണ്ട താമസം. വയറ്റിലേക്കങ്ങ് കുടിച്ചു, വയറ്റിലേക്ക് ഇറക്കി. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തിരിച്ചു ചെന്നു അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ വീട്ടിലേക്ക്. എന്തു ചെയ്തു യാ സുബൈറേ, നീ ആ രക്തം എന്തു ചെയ്തു മോനെ? നീ അതെവിടെയാണ് ഉപേക്ഷിച്ചു കളഞ്ഞത് മോനെ എന്ന് അള്ളാഹുവിന്റെ മുത്താറ്റൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി മറുപടി പറഞ്ഞു, നബിയേ. വയറ്റത്ത് കൈവച്ചുകൊണ്ട് കുട്ടി മറുപടി പറഞ്ഞു, നബിയേ, ഞാനതാരും കാണാത്ത ഒരിക്കലും കണ്ടെത്താൻ സാധിക്കാത്ത ഒരിടത്ത് ഉപേക്ഷിച്ചു റസൂലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കുഞ്ഞുമോൻ പറയേണ്ട താമസം. വയറ്റത്ത് കൈവച്ച് കുട്ടി ഇത് പറയേണ്ട താമസം. നീ അത് കുടിച്ചോ എന്ന് റസൂല് തിരിച്ചു ചോദിക്കുകയാണ്. എന്നിട്ട് ഹബീബായ മുത്തുമൊഴിയുകയാണ്, വൈലുല്ലക മിനന്നാസ്, നിനക്ക് ജനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളായേക്കാം. വൈലുല്ലിന്നാസി മിൻക്, നീ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ വരുത്തിയേക്കാം സുബൈറേ. റസൂലുള്ള കുടിച്ചതിനെ പ്രോത്സാഹിപ്പിച്ചില്ല, കുടിച്ചതിന് മോശവും പറഞ്ഞില്ല. പകരം പറഞ്ഞു, റസൂലുള്ള കുടിക്കാനും കുടിച്ചതിനെ പ്രോത്സാഹിപ്പിച്ചില്ല, കുടിക്കാനും പറഞ്ഞില്ല, കുടിച്ചതിന് മോശവും പറഞ്ഞില്ല. പകരം പറഞ്ഞു, വൈലുല്ലക മിനന്നാസ്, വൈലുല്ലക മിനന്നാസ്, വൈലുല്ലിന്നാസി മിൻക്.